പെട്ട ഒരു അവസ്ഥയാണ്. ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ വാരി വിതറും രേണുസുതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിഗ് ബോസിയെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് അങ്ങ് ക്ഷണിച്ചു വരുത്തിയത്. പക്ഷേ കണ്ടന്റ് ഒന്നും വന്നില്ലെങ്കിലും പേൻ ഇങ്ങനെ വാരി വിതറുന്നുണ്ട്. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടന് ഈ പേൻ കണ്ടന്റ് ചോദിക്കേണ്ട ഒരു അവസ്ഥ. രേണുസുതിനെ മാത്രമേ ഉള്ളൂ തീർത്തും ഇഷ്ടമില്ലാത്ത. രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. എപ്പോഴും 24 മണിക്കൂർ സുതി ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുതിയുടെ കാര്യം പറയുന്നത് കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. നമ്മുടെ സ്വന്തം രേണുസുതിയെ കുറിച്ച്, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേഷ്മ ബി തങ്കച്ചനുണ്ടല്ലോ, രേഷ്മ ബി തങ്കച്ചനെ കുറിച്ച് സ്വന്തം നാട്ടുകാരി പറഞ്ഞ ഡയലോഗാണിത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്വന്തം നാട്ടുകാരി പറഞ്ഞതാണ് രേണുസുതിയെ കുറിച്ച്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോയതിനു ശേഷം രേണുസുതിയുടെ എന്തെങ്കിലും സീനുകൾ കണ്ടാൽ തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ ബിഗ് ബോസ് മാറ്റുന്നാണ് പറയുന്നത്. ബിഗ് ബോസിലെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും ഇഷ്ടമാണ്, പക്ഷെ രേണുസുതിയെ ഒഴിച്ചെന്ന്. അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുകയാണ്, ചേച്ചിക്ക് രേണുസുതിയുടെ അടുത്ത് ഭയങ്കര അസൂയാണെന്ന്. ഈ പ്രായത്തിൽ രേണുസുതിയുടെ അടുത്ത് അസൂയ തോന്നേണ്ട ആവശ്യം എന്തിരിക്കുന്നു ആ ചേച്ചിക്ക്? ആ ചേച്ചിയുടെ പ്രായം എവിടെ കിടക്കുന്നു, രേണുസുതിയുടെ പ്രായം എവിടെ കിടക്കുന്നു? ഈ പ്രായത്തിലാണ് രേണുവിന്റെ അടുത്ത് അവിടെ ആ ചേച്ചിക്ക് അസൂയ തോന്നേണ്ടത്. ആ ചേച്ചി പറയുന്നതല്ലേ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് നമ്മൾ നന്മ പറയത്തുള്ളൂ. നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ? ഇപ്പൊ ബിഗ് ബോസിൽ പോയി രേണു, പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാരാ, ഒരഭിപ്രായവും ഇല്ല. രേണുസുതിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. ഇവിടെ നടക്കുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടയെ. നമ്മളതിൽ നാട്ടുകാരല്ലേ, നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി നമ്മള് ഒരാളെ കുറിച്ച് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ അയാളില് എന്തെങ്കിലും നന്മ ഉണ്ടാവണം എന്നാണ് ചേച്ചി പറയുന്നത്. സംഭവം ശരിയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു നന്മ തോന്നണം, എന്തെങ്കിലും പോസിറ്റീവായിട്ട് അയാളിൽ നിന്ന് ഉണ്ടാവണം. ഇത് ഒരേ നാട്ടുകാരാണ് ഒരുമിച്ച് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് കാണാറുണ്ട്, അല്ലാതെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണാറുണ്ട്. ഒരിക്കൽ പോലും നോക്കി ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഒരേ നാട്ടുകാരാകുമ്പോൾ നമ്മളെ കാണുന്ന സമയത്ത് ഈ കുട്ടിയുടുപ്പും കുട്ടി പാവാടയൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളെ കാണാറുണ്ട്. കാണുന്ന സമയത്ത് ഒന്ന് നോക്കി ചിരിക്കെങ്കിലും ചെയ്യാലോ, അറ്റ്ലീസ്റ്റ് ഒരേ നാട്ടുകാരാണല്ലേ. പക്ഷെ അതുപോലും രേണുസുതി ചെയ്യാറില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി പറയുന്നത് സുതിയെ വിറ്റ് ജീവിക്കുകയാണ് രേണു എന്നാണ്. അവിടെ 2 മക്കളുണ്ട്, കിച്ചുണ്ട്, ഋതപ്പനുണ്ട്. ഇവരെ കുറിച്ച് ഒന്നുമില്ല കൂടുതൽ ചിന്ത, സുതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സുതിയെ വിറ്റ് ജീവിക്കുക എന്നുള്ളതാണ് രേണുസുതിയുടെ മെയിൻ കണ്ടന്റ് എന്നാണ് ചേച്ചി പറയുന്നത്. ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്നിട്ടും ഇത് തന്നെ പരിപാടി. പുറത്തുള്ളപ്പോഴേ അത് തന്നെയായിരുന്നു. പുറത്തു നിന്ന് പോയിട്ട് ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷമെങ്കിലും എന്തെങ്കിലും മാറ്റം വരുന്ന ചേച്ചി കരുതിയപ്പോ ഒരു മാറ്റമില്ല. ബിഗ് ബോസിൽ ചെന്നിട്ടും സുതിയെ വിറ്റ് ജീവിക്കുന്നു, അല്ലാതെ ഒരു കണ്ടന്റ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ തരുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. എന്തായാലും പൊതുവെ ചേച്ചിയുടെ അഭിപ്രായം മാത്രമല്ല ചേച്ചി പറയുന്നത്, ആ പഞ്ചായത്തിലുള്ള എല്ലാ നാട്ടുകാർക്കും ഒരേ അഭിപ്രായമാണ്. ആർക്കും നല്ലൊരു അഭിപ്രായം രേണുവിനെ കുറിച്ചില്ല എന്ന് തന്നെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പൊ പറയുന്നുണ്ട് ചേച്ചീനൊക്കെ കുശുമ്പാണ്, അസൂയാണ്, ചേച്ചീനെ മനസ്സ് വികൃതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അവിടെ ഒരു റിപ്പോർട്ടർ ചെന്ന് ആ ചേച്ചിയുടെ അടുത്ത് ഇന്റർവ്യൂ നടത്തുന്ന പോലെ ചോദിച്ചു, ബിഗ് ബോസിലുള്ള ആരെയാണ് ഇഷ്ടം, ഏറ്റവും ഇഷ്ടമല്ലാത്തത് ആരെയാണെന്ന് ചോദിച്ചപ്പോ ആ ചേച്ചി പറഞ്ഞു, നമുക്കൂലേ ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളവരും ഒക്കെ നമുക്കൂലേ. ആ ചേച്ചിയുടെ ഇഷ്ടക്കേട് ആ ചേച്ചി തുറന്നു പറഞ്ഞു. അതിന് ആ ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും പറയും നമുക്ക് ഇന്ന ആളെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമ്മളും പറയില്ലേ ബിഗ് ബോസ് വീടിനുള്ളിലെ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ആ ചേച്ചി പറയുന്നത് ആ ചേച്ചിക്ക് ഒരുപാട് പേര് ഇഷ്ടമാണ്. രേണുസുതിയെ കണ്ണെടുത്ത ആ വ്യക്തിയുടെ സീൻ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെ പെട്ടൊരവസ്ഥയാണ്. ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ വാരി വിതറും രേണുസുതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് രേണുസുതിയെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് അങ്ങ് ക്ഷണിച്ചു വരുത്തിയത്. പക്ഷേ കണ്ടന്റ് ഒന്നും വന്നില്ലെങ്കിലും പേൻ ഇങ്ങനെ വാരി വിതറുന്നുണ്ട്. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിച്ചത്. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടനെ ഈ പേൻ കണ്ടന്റ് ചോദിക്കേണ്ട ഒരു അവസ്ഥ, എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ലാലേട്ടൻ ചോദിക്കലോ എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അത് വല്ലാത്തൊരു കാര്യം തന്നെയല്ലേ. ലാലേട്ടനെ ചോദിച്ചാലും ചോദിക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ. ഇവിടെ കണ്ടന്റുകൾ വാരി വിതറുന്നതിന് പകരം മുടിയും പേനുമാണ് ബിഗ് ബോസ് വീട്ടിലെ പ്രധാന കണ്ടന്റ്. 2 ആഴ്ച സെപ്റ്റി ടാങ്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയും പേൻ ശല്യമാണ്. അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കണ്ടന്റ് ആക്കിയോണ്ട് കുറേ ദിവസമായിട്ട് ഇനി മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ആ കണ്ടന്റ് ഭയങ്കര മോശമില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് ലാലേട്ടൻ നിവൃത്തി കേടുകൊണ്ട് ഇനിയിപ്പോ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനി ക്ലോസ് ചെയ്തേക്ക് എന്ന് പറയേണ്ട അവസ്ഥ വരും. അത് നമ്മുടെ ആര്യന് മുട്ട അടിക്കാനൊക്കെയുള്ള ഒരു കണ്ടന്റ് കൊടുത്തായിരുന്നല്ലോ. സത്യത്തിൽ അത് രേണുസുതിക്ക് കിട്ടണമായിരുന്നു അല്ലേ. അങ്ങനെയെങ്കിലും ആ തല മുട്ട അടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയും വീട്ടിനുള്ളിലുള്ളവർക്ക് പിന്നെ ആ ഒരു പേൻ ശല്യം എന്ന് പറയാനായിട്ട് കിട്ടില്ലല്ലോ. നമ്മളൊരാളെ കളിയാക്കിയതൊന്നല്ലേ രേണുസുതി. ഇതും കണ്ടന്റ് ആക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം.
പറയേണ്ടി വരുന്നതാണ്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കണ്ടന്റ് ആക്കിയിട്ട് കരഞ്ഞ് പിരിഞ്ഞ് എനിക്ക് അങ്ങനെയൊന്നുമില്ല അനുമോള് നോണ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾ ഇവിടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഈ ചൊറിഞ്ഞ് നടക്കുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട്. കിച്ചന്റെ ഉള്ളിൽ നിന്ന് ചൊറിയുന്നതും ഒക്കെ കാണുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നും. പിന്നീട് നേരിട്ട് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നേരിട്ട് കാണുന്നവർ ആ ഒരു വിഷമത്തിൽ പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല രേണുസുധീനെ എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ രേണുസുധീനെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ചാനല് മാറ്റത്രേ. ബാക്കി എല്ലാ സമയത്തും ബിഗ് ബോസ് കാണാറുണ്ട്, രേണുസുധിയെ മാത്രം ഇഷ്ടമല്ല. ഇപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, രേണുസുധി അവിടെ കല്ലറയിൽ അവിടെ നിന്ന് കൈ പൊത്തി കരഞ്ഞതും ഇതൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചേ, ഭർത്താവ് മരിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് ചേച്ചിക്ക് തോന്നുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ മെക്കെട്ട് കയറാനൊന്നും പോകുന്നില്ല. ചേച്ചി പറഞ്ഞതിൽ കൂടുതൽ സത്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ ചേച്ചിയുടെ മെക്കെട്ട് കയറാനൊന്നും പോകുന്നില്ല. രേണുസുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നല്ല. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കുറേ കണ്ടന്റുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്ന് കയറിയപ്പോഴോ കണ്ടന്റ് ദാരിദ്ര്യം, അതായത് ഒന്നുമില്ല, ഒരു കണ്ടന്റില്ല. ഗെയിം കളിക്കാൻ കൊള്ളൂ, ടാസ്ക് കളിക്കാൻ കൊള്ളൂ, ഒന്നിനും കൊള്ളത്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് വല്ല കാര്യമുണ്ട് എന്റെ ബിഗ് ബോസേ? നിങ്ങൾക്ക് ഈ പാൻ കണ്ടന്റ് ആണോ വേണ്ടത്? ഈ വൃത്തിയില്ലായ്മ കണ്ടന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടന്റ് തന്നിട്ടുണ്ട്? പിന്നെ ടാസ്ക് കളിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ടാസ്ക് കളിക്കാനായിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തിയോടൊപ്പം ഒരുമിച്ച് കിടക്കാൻ പോലും അവിടെയുള്ളവർക്ക് ഇഷ്ടമില്ല. തല നിറയെ പേനായതുകൊണ്ട് എല്ലാവരും മാറിക്കിടക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. വൃത്തിയില്ലായ്മ കാരണം കിച്ചണിൽ കയറ്റാൻ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഇനി ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണ്. ഇനി വേറെ വല്ല അസുഖങ്ങളും മറ്റുള്ളവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ബിഗ് ബോസ് ആ ബുധനെ ഇങ്ങ് പുറത്തേക്ക് ഇറക്കി വിട്ടേക്ക്. എന്തായാലും ഈ ആഴ്ച ബിഗ് ബോസിൽ 2 വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. മോഡലും ആക്ട്രസ് ആയിട്ടുള്ള ഒരു ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക്, അങ്ങനെ 2 വൈൽഡ് കാർഡുകളാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവരെങ്കിലും രേണുസുധിയെ പൊളിച്ചടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഒരുപാട് പേർക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് രേണുസുധിക്ക് പുറത്ത് കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണ്ടേ എന്ന് വിചാരിച്ച് കുറേ പേര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അക്ബറിന്റെ വിഷയം വന്നപ്പോൾ ലാലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത്തിരി പേടിയോടുകൂടി പെരുമാറുന്നുണ്ട്. പക്ഷെ രേണുസുധിക്ക് പുറത്ത് പ്രത്യേകിച്ച് കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് മാത്രം സപ്പോർട്ട് ചെയ്തോണ്ട് രേണുസുധി ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ആൾക്കാരൊന്നും പുറത്ത് ജനങ്ങളില്ല. ഈ വൈൽഡ് കാർഡുകൾ പോയെങ്കിലും രേണുസുധിയെ ഒന്ന് വലിച്ചു കയറി പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ മോദിനെകൾക്ക് അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഇറിറ്റേഷനും വെറുപ്പാണ് തോന്നിപ്പോകുന്നത് ഈ വൃത്തിയില്ലായ്മ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമോ ടാസ്കോ എന്തെങ്കിലും കളിക്കണം, അതുമില്ല. ഈ വൃത്തിയില്ലായ്മ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള മത്സരാർത്ഥി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അത് ഒന്ന് പുറത്തേക്ക് എറിയും എൻ്റെ ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് രേണു കയറിയ സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര ഡയലോഗുകളായിരുന്നു പറയാനായിട്ടുണ്ടായിരുന്നത് രേണു അതിൻ്റെ ഉള്ളിൽ കയറിയതിനെ കുറിച്ച്. ഇപ്പോൾ ഈ പാൻ വിഷയവും മറ്റു കാര്യങ്ങളും വന്നതിന് ശേഷം വീട്ടുകാർക്ക് ഒന്നും പറയാനില്ല. നമ്മുടെ തങ്കച്ചി ചേട്ടനൊന്നും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് രേണുസുധി പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മുടെ റോമ കോസ്മെറ്റിക്സ് ഉണ്ടല്ലോ, റോമ കോസ്മെറ്റിക്സിനെതിരെ വീഡിയോ ചെയ്തിട്ട് വരുന്നുണ്ടാവാം. എൻ്റെ മോളുടെ മുടി മുഴുവൻ കളഞ്ഞു, എൻ്റെ മോളുടെ മുടി മുഴുവൻ നാശാക്കി, എൻ്റെ മോളുടെ തലയിൽ നിറച്ച് പേനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നല്ലത് ചെയ്തവർക്ക് എല്ലാവർക്കും എതിരെ വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് രേണുസുധിയും തങ്കച്ചൻ ചേട്ടനും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി റോമ കോസ്മെറ്റിക്സിന്റെ പേരിലായിരിക്കും രേണുസുധി പുറത്തിറങ്ങിയതിനു ശേഷമുള്ള അടുത്ത വിവാദം എന്ന് പറയുന്നത്. വിവാദം ഉണ്ടാക്കാതിരിക്കാനായിട്ട് രേണുസുധി അങ്ങനത്തെ മുതലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വീട് വെച്ചവർക്കെതിരെയും സ്ഥലം തന്നവർക്കെതിരെയും എന്തിനു പറയുന്നു മതില് കെട്ടി തന്നവർക്കെതിരെയും എല്ലാവർക്കെതിരെയും മോശം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ റോമ കോസ്മെറ്റിക്സിന് എതിരെയായിരിക്കും. ചേച്ചി കാത്തിരുന്നോളൂ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ചേച്ചിയുടെ അടുത്തേക്കുള്ള മെക്കെട്ട് കയറ്റായിരിക്കും. നാട്ടുകാർക്ക് തന്നെ ഒരു അഭിപ്രായവും നല്ല അഭിപ്രായവും ഒന്നും തന്നെയില്ല ഈ വ്യക്തിയെ കുറിച്ച്. നമ്മൾ പുറത്തു വെച്ചിട്ട് അവരോട് മിണ്ടിയില്ലെങ്കിൽ പോലും ഒരു ചിരി, അത് മതി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കയറി പറ്റാനായിട്ട്. അതുപോലെ ചിരിക്കാൻ പോലും താല്പര്യമില്ലാതെ ഭയങ്കര ജാട ഇട്ടിട്ട് നടക്കുകയാണെന്നാണ് ആ ചേച്ചി പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ജനങ്ങൾക്ക് ഒരു താല്പര്യവും തോന്നില്ല. അപ്പൊ എന്തായാലും രേണുസുധിയുടെ നാട്ടുകാരെ ഇന്ന് വോട്ട് കിട്ടിയിട്ട് രേണുസുധിക്ക് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പിടിച്ചു നിൽക്കാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. പുറമേയുള്ള കുറെ ന്യൂജൻവാദികളുണ്ടല്ലോ, അവരുടെയൊക്കെ വോട്ട് കൊണ്ടാണ് രേണുസുധി അവിടെ പിടിച്ചു നിൽക്കുന്നത്. അവർക്കും അടുക്കുന്നൊരു കാലം വരും, കാത്തിരുന്ന് കാണാം.